ഹലോ, അപ്പോൾ നമുക്കിന്നൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുത്തി നിറയ്ക്കൊന്നും വേണ്ട കേട്ടോ, നോർമലായിട്ട് എടുത്താൽ മതി. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു 3 ടീസ്പൂണോളം മൈദ മാറ്റി വയ്ക്കാം. ഇനി ആ മൈദയ്ക്ക് പകരം അതേ സ്പൂണിൽ തന്നെ നമുക്ക് ഒരു 3 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 മുട്ട വേണം. ആ 4 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്കൊരു 1 സ്പൂൺ വാനില എസൻസും അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 250 ml കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാര ഞാൻ കുറച്ചായി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ നിന്ന് തന്നെ ബീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഒന്ന് ഫ്ലഫി ആയി വരുന്ന ടൈമിൽ പതുക്കെ സ്പീഡൊന്നും ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, അപ്പോൾ നല്ലോണം ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ അരിച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ രീതിക്ക് തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ സ്പീഡിൽ മിക്സ് ചെയ്യോ അതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്യാനോ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോവും. ഈ ഒരു ലെവലിൽ തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് നമ്മുടെ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ജസ്റ്റ് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ഇല്ലാണ്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിൽ ഞാനിവിടെ ഒരു 250 ml കപ്പിൽ തന്നെ ക്രീം എടുത്തിട്ട് അതിലേക്ക് വാനില എസൻസും മിൽക്ക് മെയ്ഡും അതുപോലെ പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ലോ സ്പീഡിൽ നിന്ന് തന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കണ്ടോ, പതുക്കെ ഹൈ ആക്കി കൊണ്ടുവന്നാൽ നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറിയ തോതിലൊക്കെ ആവി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്രീമൊന്ന് ബേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് കേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മിൽക്ക് മെയ്ഡും പഞ്ചസാരയും വെള്ളം കൂടി ചേർത്ത് ഞാനിവിടെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ക്രീം ഇട്ടിട്ട് നമ്മളൊന്ന് ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും ഒന്ന് സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സെയിം പ്രോസസ്സിങ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ലാസ്റ്റ് ലെയർ ഫസ്റ്റും കൊണ്ടുവന്നാൽ നമുക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഈ സ്പാച്ചിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ ചുറ്റുമായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നോസിൽ വെച്ച് ചെറിയ ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെനിക്ക് ഓൾറെഡി ഒരു ഓർഡറുള്ള കേക്കും കൂടിയാണ്. നമ്മളതിൽ കുറച്ച് ചെറീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ ഇതിൽ പേരൊക്കെ എഴുതി കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.